ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവവിളി ലഭിച്ചവർ മാത്രം കടന്നു വരേണ്ട ഒരു ശുശ്രൂഷയാണ് ഓർഡൈൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. ദൈവിക മർമ്മങ്ങളുടെ കാര്യവിചാരകർ എന്നുള്ള നിലയിൽ വിളിച്ച് നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ വൈദികരും. സഭാ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതിന് 3 മാനങ്ങളുണ്ട്. 1 സാക്ഷ്യം, കെരിഗ്മ. 2 കൂട്ടായ്മ, കൊയിനോണിയ. 3 സേവനം, ഡയക്കോണിയ. ഇവയുടെ വിശ്വസ്തമായ ആവിഷ്കാരമാണ് എല്ലാ കാലത്തും സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് നാം ഏവങ്കലിനായിട്ട് വായിച്ചു കേട്ട വേദഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. പീറ്റേഴ്സ് പാസ്റ്ററൽ ആൻഡ് അപ്പോസ്തോലിക് കമ്മീഷൻ എന്നാണ് ഈ വേദഭാഗത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി ദൗത്യത്തിനായി നിയോഗിക്കുന്നതാണ് ഈ വേദഭാഗം. യേശുവും പത്രോസും തമ്മിലുള്ള സംഭാഷണം ദൗത്യത്തിന് പത്രോസിനെ സജ്ജമാക്കുന്നു. ഈ വേദഭാഗം സഭാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും പ്രസക്തമായ വേദഭാഗമാണ്. ഭൂമിയിൽ സഭയെ പണിയാനുള്ള നിയോഗം ലഭിച്ച പത്രോസ് ആ ശ്രേഷ്ഠ നിയോഗത്തിൽ നിന്നും പിന്നോക്കം പോയതായി കാണുന്നു. അതുകൊണ്ട് എല്ലാ കാലത്തും നിയോഗം ലഭിച്ചവരും എന്നാൽ മാനുഷിക പരിമിതി ഉള്ളവരുമായ സഭാ ശുശ്രൂഷകർ സ്വയപരിശോധനയ്ക്കും പുനഃസമർപ്പണത്തിനുമായി ഈ വേദഭാഗത്തെ കാണുന്നത് നല്ലതാണ്. ക്രൂശാരോഹണത്തിന് ശേഷം യേശുവിൻ്റെ ഭൗതിക സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ നിയോഗത്തേക്കാൾ ഭൗതിക സാഹചര്യങ്ങളായ പടകും വലയും മീൻപിടുത്തവും അതിന് സഹായിക്കുന്ന മനുഷ്യ സൗഹൃദവും പത്രോസിനെ ആകർഷിച്ചു. പത്രോസിനോട് 3 പ്രാവശ്യം യേശു നിയോഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചും കൂടി മൂർത്തമാകുമ്പോൾ, പത്രോസേ, നീ നിയോഗത്തിൽ നിലനിന്ന് കുഞ്ഞാടുകളെ പാലിക്കണം, കർത്താവ് പത്രോസിനോട് ആവശ്യപ്പെടുകയാണ്. ഭൗതികത മാത്രം യാഥാർത്ഥ്യമെന്ന് ഉദ്ഘോഷിക്കുന്ന ലോകത്തിൽ എല്ലാറ്റിലും ഉപരി യേശുവിനെ സ്നേഹിക്കുന്നിടത്താണ് ഇടയപരിപാലനം സാധ്യമാകുന്നത്. പട്ടത്വ ശുശ്രൂഷ കലവറ സ്ഥാനമാണ്, ദൈവകൃപയുടെ വിതരണക്കാരൻ്റെ സ്ഥാനം. ഈ വിതരണം സാധ്യമാകുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തതയാൽ മാത്രം. ശുശ്രൂഷയിൽ കൂടെ മാത്രമേ വലിയ ഇടയനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയൂ. ഈ നിയോഗത്തെ 3 തരത്തിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ഈ നിയോഗം സൗരഭ്യം പരത്താനുള്ള നിയോഗമാണ്. സൗരഭ്യം പരത്താനുള്ള നിയോഗം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ അനുഗാമികൾക്ക് നിശ്ചയിച്ച യോഗ്യത യേശുവിനോടുള്ള സ്നേഹമാണ്. ചോദ്യം, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 2 പരിഭാഷയും ശരിയാണ്. എല്ലാറ്റിലും ഉപരി എല്ലാവരോടും ഉള്ളതിൽ അധികം സ്നേഹം യേശുവിനോടുണ്ടാകുമ്പോഴാണ് വാസ്തവമായി ഞാനും നിങ്ങളും ശുശ്രൂഷകരായിട്ട് മാറുന്നത്. യേശു സ്നേഹിച്ച ആടുകളെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണമുള്ള സ്നേഹം
പത്രോസിനുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. രക്ഷകനെ തള്ളിപ്പറഞ്ഞ സന്ദർഭം ഒരുപക്ഷെ പത്രോസ് ഈ സമയം ഓർക്കുന്നുണ്ടാവാം. തള്ളിപ്പറയലിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചോദിക്കുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയാണ്. അത് പത്രോസിനെ അനുതാപത്തിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവരെക്കാൾ താൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന ഉത്ബോധം, തൻ്റെ ഹൃദയത്തിലുള്ളത് സകലതും അറിയുന്നു എന്നുള്ളതായ സമ്മതഭാവത്തിലേക്ക് പത്രോസിനെ നയിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഇവിടെ കാണുന്നു. സൗരഭ്യം പരത്താനുള്ള നിയോഗമാണ് പത്രോസിന് കർത്താവ് ആദ്യം നൽകുന്നത്. രണ്ടാമത്, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകാനുള്ള നിയോഗം. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകാനുള്ള നിയോഗം. പത്രോസ് യഥാസ്ഥാനപ്പെടുമ്പോൾ, തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞപ്പോൾ, ഏറിയ മത്സ്യസമ്പത്തിനേക്കാളും സഹപ്രവർത്തകരെക്കാളും യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം സുഗന്ധ തൈലം സൗരഭ്യം പരത്തുന്നത് പോലെ ഉത്തരവാദിത്വങ്ങളിലേക്ക് തന്നെ നയിക്കുന്നു. യേശുവിനോടുള്ള സ്നേഹം നിരാശർക്ക് പ്രത്യാശയാണ്, ധൈര്യഹീനർക്ക് ധൈര്യം നൽകുന്നതിനാണ്. യേശുവിൻ്റെ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ മറ്റെന്തിനേക്കാളും അധികം യേശുവിനെ സ്നേഹിപ്പാൻ കഴിയണം. ഇടയശ്രേഷ്ഠനായ ക്രിസ്തുവിനോടുള്ള സ്നേഹമത്രേ ഇടയ ശുശ്രൂഷയുടെ അടിസ്ഥാനം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആസ് ഈസ് ദ ക്ലർജി, സോ ഈസ് ദ ചർച്ച് എന്ന് പറയാറുണ്ട്. ഈ ഒരു ചിന്ത പൊതുവെ സഭയുടെ സ്വഭാവത്തെ വിളംബരം ചെയ്യുന്നതാണ്. ആടുകളുടെ ഗന്ധമുള്ള ഇടയനാകണം, ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയനാകണം. ആടുകളുടെ വലിയ ഇടയനായ യേശുവിനെയാണ് ഓരോ വൈദികനും പ്രതിനിധാനം ചെയ്യുന്നത്. യേശുവിൻ്റെ സാന്നിധ്യമായിരിക്കാൻ വൈദികന് കഴിയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നത്. മാർത്തോമാ സഭയിലെ വൈദികർക്ക് എപ്പോഴും നല്ല ഒരു മാതൃകയായിരുന്നല്ലോ ബഹുമാനപ്പെട്ട E.J. ജോർജ് അച്ഛൻ. അച്ഛൻ്റെ ചില അനുഭവങ്ങളും കുറിപ്പുകളും അതോടൊപ്പം സഭയിലും സമൂഹത്തിലും അച്ഛനെക്കുറിച്ച് പല ആളുകൾ എഴുതിയതായിട്ടുള്ള എല്ലാ ആർട്ടിക്കിളും കൂട്ടിച്ചേർത്ത് E.J. ജോർജ് അച്ഛൻ സുവിശേഷത്തിൻ്റെ കാവൽ ഭടൻ എന്ന ഒരു പൗരോഹിത്യ അഭിനന്ദന വാല്യം അച്ഛൻ മരിക്കുന്നതിന് മുൻപ് പ്രസിദ്ധീകരിച്ചത് വായിക്കുവാനായിട്ടിടയായി. ആ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗം അച്ഛൻ്റെ മിനിസ്ട്രിയിൽ അച്ഛൻ്റെ ഓർമ്മകളും കുറിപ്പുകളുമാണ്. 2-ാം ഭാഗത്ത് അച്ഛനെ പരിചയപ്പെട്ട അനേക ആളുകളുടെ അനുഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ P.G. ജോർജ് അച്ഛനാണ് ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ. ആ പുസ്തകത്തിൽ അഭിമന്യ നമ്മുടെ തീത്തോസ് തിരുമേനിയും തൻ്റെ ആശംസയിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുവാനായിട്ട് ഇടയായി. ബഹുമാനപ്പെട്ട E.J. ജോർജ് അച്ഛൻ ആദ്യമായി തൻ്റെ പട്ടമേറ്റ് ശുശ്രൂഷ നിർവഹിച്ചത് കുലശേഖരം ഇടവകയിലാണ്. അതോടൊപ്പം കോവില്ലൂർ, മേഴക്കോട് എന്ന 2 ഇടവകളുടെയും കൂടി അഡീഷണൽ ചുമതല അച്ഛനുണ്ടായിരുന്നു. അന്ന് സഭയിൽ KN ഡാനിയേൽ ഉയർത്തിവിട്ടതായ വിഘടനവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതായ കാലമാണ്. ഒരു ഞായറാഴ്ച ബഹുമാനപ്പെട്ട E.J. ജോർജ് അച്ഛൻ കോവില്ലൂർ ശാലേം പള്ളിയിൽ കുർബാന അനുഷ്ഠിക്കാനായിട്ട് ചെന്നു. കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി കുർബാന ആരംഭിക്കുകയാണ്. അച്ഛൻ മദ്ബഹായിൽ നിന്ന് ശോഭ നിറഞ്ഞ ഒരാലയത്തിൽ വസിക്കുന്ന ആ ഗാനം പാടി കുർബാന ആരംഭിച്ചു. ഈ പാട്ട് മദ്ബഹായിൽ നിന്ന് ആരംഭിച്ചു തുടങ്ങിയതും സെയിം ടൈം കോൺഗ്രിഗേഷനിൽ നിന്ന് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ എന്നുള്ള പാട്ട് തമ്പയറടിച്ച് ഒരു വലിയ ജനതതി ഉറക്കെ പാടി പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ടായി. പള്ളിയിൽ നിന്ന് ഏതാണ്ട് പകുതിയിലധികം ആളുകളും ഈ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. അച്ഛന് വളരെ മാനസികമായി സങ്കടം തോന്നി. എന്നാൽ ശേഷിച്ച ആളുകളെ കൊണ്ട് അച്ഛൻ വിശുദ്ധ കുർബാന പൂർത്തീകരിച്ചു. 50 കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ ഇടവകയിൽ നിന്നും 26 കുടുംബങ്ങൾ വിട്ടുനിന്നു. എന്നാൽ E.J. ജോർജ് അച്ഛൻ പതിവൊന്നും തെറ്റിച്ചില്ല. ഇടവകയിലെ തൻ്റെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ഭവനങ്ങളെ ഒന്നും ഒഴിവാക്കാതെ ആ ഭവനങ്ങളെല്ലാം റെഗുലറായിട്ട് വിസിറ്റ് ചെയ്തിരുന്നു. ആ ഭവനങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ ചെന്ന് കണ്ട് അച്ഛൻ സംസാരിക്കുകയും
അവരെയൊക്കെ കാണുകയും സുഖവും ക്ഷേമവും ഒക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അച്ഛനൊരു വേർതിരിവോ വിരോധമോ ഒന്നും പ്രകടിപ്പിച്ചില്ല. ഈ ഫാമിലീസിനെ ഒന്നും പുറത്താക്കിയതുമില്ല. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിഘടിത വിഭാഗത്തിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായി. ചുരുക്കം പറഞ്ഞാൽ ചില മാസങ്ങൾ മാത്രം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പോയ 26 വീട്ടുകാരിൽ 24 വീട്ടുകാരും ആ ഇടവകയിലേക്ക് മടങ്ങി വന്നതാണ് ചരിത്രം. ഇടപെട്ട ഇടങ്ങളിൽ നിഷ്കപടമായ സൗഹൃദത്തിൻ്റെ ചാരുതയാർന്ന മായാസ്മരണകൾ അവശേഷിപ്പിച്ച അപൂർവ വ്യക്തിത്വം ഇ.ജെ. ജോർജ് അച്ഛൻ. സൗരഭ്യം പരത്തിയതായിട്ടുള്ള നിയോഗമാണ് ഓരോ പട്ടക്കാരനും ലഭിക്കുന്നത്. പത്രോസിന് നൽകുന്ന നിയോഗം അതാണ്. 3, സൗരഭ്യം പരത്താൻ സമ്പൂർണ്ണ സമർപ്പിതരാകേണ്ടവരാണ് വൈദികർ. സൗരഭ്യം പരത്തുവാൻ സമ്പൂർണ്ണ സമർപ്പിതരാകേണ്ടവരാണ് വൈദികർ. 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവേ, നീ സകലവും അറിയുന്നു. പത്രോസിൻ്റെ മറുപടി യഥാർത്ഥ അനുതാപവും പുനഃപ്രതിഷ്ഠയുമാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ അയോഗ്യത കണക്കിടാതെ വീണ്ടും ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ പ്രതികരിപ്പാൻ പത്രോസിന് സാധ്യമല്ലായിരുന്നു. ശുശ്രൂഷയ്ക്കായി ദൈവം വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം മാനുഷികമായ കഴിവല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ്. യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ് പത്രോസിന് നൽകുന്ന ആഹ്വാനം അനുഗമിക്കുക എന്നുള്ളതാണ്. സൗരഭ്യം പരത്തുവാൻ സമ്പൂർണ്ണ സമർപ്പിതരാകണം. അനുഗമിക്കുക എന്ന് ക്ഷണിക്കുമ്പോൾ ശിഷ്യത്വത്തിനായിട്ടുള്ള ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത്. നമുക്ക് വളരെ പരിചിതമാണല്ലോ ബോൺഹോഫറിൻ്റെ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്ഷിപ്പിലെ വാചകം, വെൻ ക്രൈസ്റ്റ് കോൾസ് എ മാൻ ഹി ബിഡ്സ് ഹിം കം ആൻഡ് ഡൈ. ക്രിസ്തു ഒരുവനെ വിളിക്കുമ്പോൾ തന്നോടൊപ്പം മരിക്കുവാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ക്രൂശിലേക്കുള്ള ആഹ്വാനം മുറിയപ്പെടാനുള്ളതാണ്. പൊടിഞ്ഞ് അപ്പമായി തീരാനും പിഴിഞ്ഞ് മുന്തിരിച്ചാറായി തീരുവാനുമുള്ള ആഹ്വാനം. എവിടെ മുറിവുണ്ടോ അവിടെ ജീവൻ്റെ തുടിപ്പുണ്ട്. മുറിയപ്പെടാത്തതൊന്നും ശുശ്രൂഷയായി തീരില്ല. എതിർപ്പുകളും പ്രയാസങ്ങളുമുള്ള ക്രൂശിൻ്റെ പാതയിലെ ശുശ്രൂഷ സ്വയമായി തിരഞ്ഞെടുത്ത് നിർവഹിക്കാവുന്ന ഒന്നല്ല, പിന്നെയോ ദൈവകൃപയാണ് നമ്മെ വിളിച്ച് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യത്വം കുരിശിൻ്റെ പാതയിലെ നിയോഗമാണ്. അത് വാഗ്ദാനത്തേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാണ്. ശിഷ്യത്വം നിർവഹിപ്പാൻ ശിക്ഷണം ആവശ്യമാണ്. ശിഷ്യത്വം നിർവഹിപ്പാൻ ശിക്ഷണമുള്ള ശിഷ്യനാകണം. ഡിസൈപ്പിൾഷിപ്പ്, ഡിസിപ്ലിൻ, ഈ 3 വാക്കുകളും ഒരുപോലെ ചേർന്ന് പോകേണ്ടതാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ തുടരേണ്ടതായിട്ടുള്ള യാത്രയാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് സ്വയത്തിൽ നിന്നും ക്രിസ്തുവിലേക്കും ക്രിസ്തുവിനോടുകൂടെ ലോകത്തിലേക്കുമുള്ള പ്രയാണമാണ്. മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നിയോഗമാണ് പത്രോസിന് കർത്താവ് ഇവിടെ നൽകുന്നത്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ചരിത്രം പറയുന്നത് മരിക്കുന്നത് തലകീഴായി ക്രൂശിക്കപ്പെട്ടാണ്. റോമിൽ പത്രോസ് അപ്പോസ്തലൻ തലകീഴായി ക്രൂശിക്കപ്പെടുമ്പോൾ തൻ്റെ ജീവിതയാത്രയിൽ തന്നെ വിളിച്ച ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിക്കുകയായിരുന്നു. തികഞ്ഞ സ്നേഹം മരണഭയത്തെ പോലും പുറത്താക്കുന്നു. കുന്നംകുളത്തിൻ്റെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് പി.വി. തൊമ്മി ഉപദേശി. ആർത്താറ്റ് കുന്നംകുളം ഇടവക അംഗം. 1881 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം 4 വർഷം തൊമ്മി ഉപദേശി ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. എന്നാൽ തൻ്റെ നിയോഗം സുവിശേഷ വേലയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ അധ്യാപന ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്കായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. കാലം ചെയ്ത തീത്തോസ് ദ്വിതീയൻ തിരുമേനി, മെത്രാപ്പൊലീത്ത തിരുമേനി അദ്ദേഹത്തെ തൃശ്ശൂരെയും പെരുമ്പാവൂരിലെയും സുവിശേഷകനായിട്ട് സഭയായിട്ട് നിയോഗിച്ചു. മാരാമൺ കൺവെൻഷനിൽ അക്കാലത്ത് തമിഴ് പ്രസംഗം നടത്തുന്ന ആൾക്കാരുടെ പരിഭാഷ നടത്തുവാനായിട്ട് നിയോഗിക്കപ്പെട്ടതായ വ്യക്തിയും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട തൊമ്മി ഉപദേശി. മാരാമൺ ഗായക സംഘത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട്, പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. ഏതാണ്ട് 145ഓളം പാട്ടുകൾ എഴുതിയ വ്യക്തിത്വമാണ് പി.വി. തൊമ്മി ഉപദേശി. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ
പാടാത്തതായിട്ടുള്ള ഒരു ക്രിസ്തീയ ഭവനം പോലും കേരളത്തിലില്ല. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, നിനക്കായൻ ജീവനെ മരക്കുരിശിൽ, യേശു മതി എനിക്ക് യേശു മതി, പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, വന്ദനം യേശു വരാ, നിനക്കെന്നും വന്ദനം യേശു വരാ. ഇങ്ങനെ മനോഹരങ്ങളായ ധാരാളം ഗീതങ്ങൾ എഴുതി ട്യൂൺ ചെയ്ത വ്യക്തിത്വമാണ് തൊമ്മി ഉപദേശി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേല ചെയ്തതായ കാലത്ത് രോഗികൾക്ക് നല്ല ശമരിയാക്കാരനായി പ്രവർത്തിപ്പാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രത്യേകിച്ചും ആ കാലത്ത് ടൈഫോയിഡ്, കോളറ, വസൂരി എന്ന രോഗങ്ങളൊക്കെ വളരെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള രോഗികളെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു നല്ല രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 1919 ജൂലൈ മാസം 10-ാം തീയതിയാണ് തൊമ്മി ഉപദേശി മരിക്കുന്നത്. മരിക്കുമ്പോൾ വയസ്സ് 38 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കോളറ പടർന്നു പിടിച്ചതായ ആ കാലത്ത് അങ്ങനെയുള്ളവരെ ശുശ്രൂഷിച്ച് തൊമ്മി ഉപദേശിക്കും കോളറ പിടിപെട്ടു. അങ്ങനെ കോളറ ബാധിതനായിട്ട് അദ്ദേഹം മരിക്കുകയാണ്. താൻ രോഗിയായി മരിക്കും എന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് ഉറപ്പ് ലഭിച്ചപ്പോൾ അദ്ദേഹം മനസ്സിൽ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു. എന്നോടുള്ള സർവ്വ നന്മകൾക്കും ഞാൻ എന്ത് പകരം നൽകണം? എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്ക് യേശു വരാ? ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ്. ആ പാട്ടിൽ തന്നെ അദ്ദേഹം അതിൻ്റെ ഉത്തരം കണ്ടെത്തി. മഞ്ഞിടത്തിൽ അടിയാർ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിന്. എന്നോടുള്ള ഉപകാരങ്ങൾക്ക് ഞാൻ നിനക്ക് എന്ത് പകരം നൽകും? മഞ്ഞിടത്തിൽ അടിയൻ ജീവിക്കുന്ന നാളൊക്കെയും നിനക്ക് വന്ദനം ചെയ്യും എന്ന് അദ്ദേഹം പാട്ടിൽ കൂടെ തന്നെ മറുപടി പറയുകയാണ്. ധാരാളം പാട്ടുകൾ എഴുതിയെങ്കിലും എൻ്റെ വിചാരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും മനുഷ്യ മനസ്സിനെ ആകർഷിക്കുന്ന ഗാനം മറ്റൊന്നുമല്ല. അതുപോലൊരു ഗാനം മലയാളത്തിലില്ല. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ. 4 വാക്ക്, പക്ഷേ അത് ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ്. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ എന്ന് പറയുമ്പോൾ, ജീവൻ പോവോളം പ്രവർത്തിച്ച, ജീവൻ പോവോളം തൻ്റെ നാവിനെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പാടിയ തൊമ്മി ഉപദേശി കടന്നു പോയിട്ട് 105 വർഷത്തിലധികമായി. ഈ പാട്ടുകളൊക്കെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട പാട്ടുകളാണ്. ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോഴും ആ പാട്ടിൻ്റെ മാധുര്യവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ അർത്ഥതലങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ ഒരു വൈദികന് എപ്പോഴും പാടാവുന്ന പാട്ടാണ്. ചില ആളുകളൊക്കെ തൊമ്മി ഉപദേശിയെക്കുറിച്ച് പറയുന്നത് കേരളത്തിൻ്റെ ഫാദർ ഡാമിയൻ എന്നാണ്. കാരണം നമുക്കറിയാം, ഫാദർ ഡാമിയനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചതായ മിഷണറി ഒടുവിൽ കുഷ്ഠരോഗം വന്ന് മരിക്കുന്നതായിട്ടുള്ള ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ കോളറ ബാധിതരായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, കോളറ ബാധിച്ച് മരിച്ചതായിട്ടുള്ള അദ്ദേഹം ഇന്നും ഗാനങ്ങളിൽ കൂടെ ജീവിക്കുന്നതായിട്ടുള്ള തൊമ്മി ഉപദേശി, സൗരഭ്യവാസനയായി സമർപ്പിക്കപ്പെട്ട ജീവിതം, അജപാലന ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട പ്രിയപ്പെട്ട ശമ്മാശ, ജീവൻ പോലും നൽകി ജീവൻ നേടുന്ന ശുശ്രൂഷയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രൂശിനെ തള്ളിപ്പറഞ്ഞ സ്ഥാനത്ത് ക്രൂശിക്കപ്പെടുവാൻ തയ്യാറാകുന്ന ദൈവസ്നേഹം പത്രോസിൽ വ്യാപരിച്ചതായിട്ട് കാണുന്നു. ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ അടയാളം വെളിപ്പെടുത്തുവാൻ വിശ്വാസികളെ വിശ്വാസത്തിലും ശുശ്രൂഷാ മനോഭാവത്തിലും വളർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ ചുമതലയാണ് പട്ടത്തൊഴിൽ കൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടിത് അതിശ്രേഷ്ഠമായൊരു പദവിയാണ്, തുല്യമില്ലാത്ത പദവിയാണ്, ഗൗരവത്തോടെ നിർവഹിക്കേണ്ട പദവിയാണ്. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ്റെ നിയോഗ ശുശ്രൂഷയുടെ മധ്യഭാഗത്ത് വരുമ്പോൾ, അവസാന ഭാഗത്തോട് അടുക്കുമ്പോൾ മനോഹരമായൊരു ഗാനം പട്ടക്കാരും ഇവിടെ ജനങ്ങളും എല്ലാവരും ചേർന്ന് പാടും. അതിങ്ങനെയാണ്: കനിവും നല്ല മനസ്സലിവും കരുണയുമുള്ള കൃപാകരനെ, ഭാഗ്യമെഴും വൻ പദവിയെയി മർത്യർക്കരുളിതാൽ സ്തോത്രം, നഷ്ടം ഗതരാമെങ്ങളെ നിൻ ശിഷ്യന്മാരാക്കി തീർത്ത് താക്കോൽക്കാരരുമാക്കിയതാൽ നിൻ കരുണയ്ക്ക് നമോസ്തു സദാ. അതിശ്രേഷ്ഠമായ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതായിട്ടുള്ള ശമ്മാശന് ഓർക്കുക, ജഡാവതാരം ചെയ്തതായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കായി തുടർച്ചയായി വിളിക്കപ്പെട്ടവനാണ് ഓരോ പട്ടക്കാരനും. തിരുസഭയുടെ കെട്ടുപണിക്കും വിശ്വാസ സമൂഹത്തിൻ്റെ രൂപീകരണത്തിനുമായി വിളിക്കപ്പെട്ട പട്ടക്കാരന് എപ്പോഴും നല്ല മാതൃകയാണ് പത്രോസ് അപ്പോസ്തലൻ. സുവിശേഷത്തിൽ കാണുന്ന പത്രോസിൽ നിന്നും
വളരെ വ്യത്യസ്തനായൊരു വ്യക്തിത്വത്തെയാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത്. വളരെ ശക്തനായ സുവിശേഷത്തിൻ്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന പത്രോസിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ. ബലഹീനനായ പത്രോസിനെ പാറ പോലെ ഉറപ്പുള്ള അപ്പോസ്തലനാക്കി മാറ്റിയ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ട നിതിൻ ഷമ്മാസിനെ ശക്തീകരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സൗരഭ്യം പരത്തുവാൻ, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ശ്രേഷ്ഠ വൈദികനായി തീരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട നിതിൻ ഷമ്മാസിനെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.